Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Find the Fourier sine transform of f of x is equal to 1 if 0 less than x less than 1, 0 if x greater than 1. Hence, deduce that 0 to infinity 1 minus cos omega by omega sin omega by 2 d omega is equal to pi by 2, 0 less than x less than 1, 0 x greater than 1. ഇവിടെ നമുക്ക് ആദ്യം Fourier sine transform കണ്ടുപിടിക്കാം. Fourier sine transform. എന്ത് ചോദിച്ചതാണ്? മെയ് 2024 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ച പ്രോബ്ലം കേട്ടോ. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എന്താ? ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല റൂട്ട് ഓഫ് 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ എസ് എക്സ് ഡി എക്സ്. ഇതാണ് ഫോർമുല. എഫ് എസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ പൈ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ എസ് എക്സ് ഡി എക്സ്. ഈ ഫോർമുല എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കാണ് കിട്ടുക. 2 മാർക്ക്. ഇനി അടുത്ത് റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു ഇന്റഗ്രൽ. ഇവിടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് 0 ടു 1 ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഇൻ ഓൾ അതർ കേസ് ഫംഗ്ഷൻ വാല്യൂ ഈസ് 0 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതുന്നു? 0 ടു 1 ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ സൈൻ എസ് എക്സ് റൂട്ട് ഓഫ് 2 ബൈ പൈ 0 ടു 1 സൈൻ എസ് എക്സ് ഡി എക്സ്. ഇത് എഴുതി കഴിഞ്ഞാൽ 1 മാർക്കോട് കിട്ടും. ഇനി അടുത്ത ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2 ബൈ പൈ സൈൻ എസ് എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? മൈനസ് കോസ് എസ് എക്സ് ബൈ എസ് 0 ടു 1 മൈനസ് കോസ് എസ് എക്സ് ബൈ എസ്. ഇനി അതിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2 ബൈ പൈ മൈനസ് പുറത്തേക്ക് ഇട്ടു. കോസ് എക്സിന് 1 കൊടുക്കുമ്പോൾ കോസ് എസ് പുറത്തേക്ക് ഇട്ടു. കോസ് എസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ 1 വരും. ഇനി ഇതിനകത്തോട്ട് ഗുണിച്ച് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2 ബൈ പൈ 1 മൈനസ് കോസ് എസ് ബൈ എസ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. അപ്പോൾ ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ വാല്യൂ എത്രയാണ്? റൂട്ട് ഓഫ് 2 ബൈ പൈ 1 മൈനസ് കോസ് എസ് ബൈ എസ്. 1 മൈനസ് കോസ് എസ് ബൈ എസ് എന്നാണ് കിട്ടുന്നത്. ഇനി ഇത് ഉപയോഗിച്ച് ഇനി ഇൻവേർഷൻ ഫോർമുല എഴുതാം. ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഇൻവേർഷൻ ഫോർമുല എഴുതാം. ഇൻവേർഷൻ ഫോർമുലയിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് രണ്ടാമത്തിന്റെ ആൻസർ കിട്ടും. അപ്പൊ ഈ ഒരു ആൻസർ എത്ര എഴുതി വെച്ചാൽ നമുക്ക് 1 മാർക്ക് അവിടെ കിട്ടും കേട്ടോ. ഇനി അടുത്ത് ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഇൻവേഴ്സ് എഴുതാൻ പോകട്ടെ. ഇൻവേഴ്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ പൈ. റൂട്ട് ഓഫ് 2 ബൈ പൈ ഇന്റഗ്രൽ അല്ലെ? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് എസ് ഓഫ് എസ്. ഫോറിയർ സൈൻ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആണ് സൈൻ എസ് എക്സ്. സൈൻ എസ് എക്സ് ദെൻ ഡി എസ് വിത്ത് റെസ്പെക്ട് ടു എസ് ഡി എസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് എസ് ഓഫ് എസ് എന്താണ്? റൂട്ട് ഓഫ് 2 ബൈ പൈ 1 മൈനസ് കോസ് എസ് ബൈ എസ് സൈൻ എസ് എക്സ് ഡി എസ്. ആ എഫ് എസിന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ റൂട്ട് ഗുണിച്ച് ചെയ്യുമ്പോൾ 2 വരും. പൈ ഗുണിച്ച് 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 മൈനസ് കോസ് എസ് ബൈ എസ് സൈൻ എസ് എക്സ് ഡി എസ്. അതാണ് നമുക്ക് കിട്ടുന്ന എഫ് ഓഫ് എക്സ്. ഇൻവേർഷൻ ഫോർമുല എഴുതുക. ഇൻവേർഷൻ ഫോർമുല എന്താണ്? റൂട്ട് ഓഫ് 2 ബൈ പൈ 0 ടു ഇൻഫിനിറ്റി എഫ് എസ് ഓഫ് സൈൻ എസ് എക്സ് ഡി എസ്. അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്കോടെ കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ആ എഫ് എസ് ഓഫ് എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് 2 ബൈ പൈ 0 ടു ഇൻഫിനിറ്റി 1 മൈനസ് കോസ് എസ് ബൈ എസ് സൈൻ എസ് എക്സ് ഡി എസ് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തിക്കാനായിട്ട് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 0 ടു ഇൻഫിനിറ്റി 1 മൈനസ് കോസ് എസ് ബൈ എസ് സൈൻ എസ് എക്സ് ഡി എസ് is equal to ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പൈ ബൈ 2 എഫ് ഓഫ് എക്സ്. പൈ ബൈ 2 എഫ് ഓഫ് എക്സ്. ഈ പൈ കൂടെ വരുമ്പോൾ പൈ ബൈ 2 എഫ് ഓഫ് എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഈ ഒരു പാർട്ട് മാത്രം 0 to infinity 1 minus cos s by s sin s x ds മാത്രം നിർത്തിയപ്പോൾ
ഈ പൈ ഇങ്ങോട്ട് പോയപ്പോ പൈ ബൈ 2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇനി നമ്മുടെ ആൻസറിലേക്ക് നോക്കാം. ആൻസറിൽ എന്താണ് 1 മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ സൈൻ ഒമേഗ ബൈ 2 ഡി ഒമേഗ. ഇവിടെ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോണത് എക്സിന് പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു 1/2 നോക്കുക. എക്സിന് 1/2 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 0 ടു ഇൻഫിനിറ്റി 1 മൈനസ് കോസ് എസ് ബൈ എസ് സൈൻ, ഇവിടെ എക്സിന് 1/2 കൊടുക്കുമ്പോൾ സൈൻ എസ് ബൈ 2 ds is equal to pi by 2 into f of x. f of x ന്റെ വാല്യൂ എന്താണ്? f of x ന്റെ വാല്യൂ 0 മുതൽ 1 വരെ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. 0 മുതൽ 1 വരെ ഫംഗ്ഷന്റെ വാല്യൂ 1 എന്ന് പറഞ്ഞാൽ x is equal to 1/2 വരുമ്പോഴും ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ pi by 2 into 1. pi by 2 into 1 for 0 less than x less than. ഇനി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒമേഗയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എസിന് ഒമേഗ കൊടുക്കുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും 0 ടു ഇൻഫിനിറ്റി 1 മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ സൈൻ ഒമേഗ ബൈ 2 ഡി ഒമേഗ ഇസ് ഈക്വൽ ടു പൈ. നമുക്ക് അവസാനത്തെ ഫൈനൽ ആൻസർ എന്ത് കിട്ടി? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ സൈൻ ഒമേഗ ബൈ 2 ഡി ഒമേഗ ഇസ് ഈക്വൽ ടു പൈ. അപ്പൊ ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എഴുതിയാൽ അവിടെ ഒരു മാർക്ക് ഉണ്ട്. അതിനുശേഷം ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ 0 ടു ഇൻഫിനിറ്റി 1 മൈനസ് കോസ് എസ് ബൈ എസ് ബൈ സൈൻ എസ് ബൈ 2 ഡി എസ് ഇസ് ഈക്വൽ ടു എഴുതി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു മാർക്ക് കിട്ടും. ലാസ്റ്റ് കൺക്ലൂഷൻ നമുക്ക് ഒരു മാർക്ക് കിട്ടും. അപ്പൊ അവസാനത്തെ ആൻസർ എന്താണ്? 0 ടു ഇൻഫിനിറ്റി 1 മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ സൈൻ ഒമേഗ ബൈ 2 ഡി ഒമേഗ ഇസ് ഈക്വൽ ടു 5. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തില് ആദ്യം നമ്മൾ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഫോർമുല ഏതാണ്? fs of x. ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ റെപ്രസെന്റേഷൻ ആണ് fs of x. എന്താണ് ആ ഫോർമുല? റൂട്ട് ഓഫ് 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി f of x sin sx dx. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 0 ടു 1 ലെ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. x varies from 0 to 1, the function value will be 1. ഈ x greater than 1 ലെ ഫംഗ്ഷൻ വാല്യൂ 0. അപ്പോൾ നമ്മൾ f of x ന് പകരം 1 കൊടുക്കുന്നു. f of x ന് പകരം 1 കൊടുക്കുന്നു. അപ്പോൾ റൂട്ട് ഓഫ് 2 ബൈ പൈ 0 ടു 1 sin sx dx. അപ്പോൾ ഫോർമുല എഴുതുമ്പോൾ 2 മാർക്ക് കിട്ടും. ഇത് ലിമിറ്റ് എഴുതി കഴിയുമ്പോൾ 1 മാർക്ക് കിട്ടും. 2 1 3 മാർക്ക്. ഇനി അത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വാല്യൂ വെച്ച് 1 മാർക്ക് കിട്ടും. അപ്പോൾ 2 1 3 4 മാർക്കായി. ഇനി 3 മാർക്കാണ് ഉള്ളത്. ഇനി ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എഴുതാം. ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കറക്റ്റ് ആയിട്ട് എഴുതി കഴിയുമ്പോൾ അവിടെ 1 മാർക്ക് കിട്ടും. അതിനുശേഷം ഈ ഒരു സ്റ്റെപ്പിലേക്ക് കടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു മാർക്ക് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ 1 മാർക്ക് കിട്ടും. അങ്ങനെ മൊത്തം നമുക്ക് 7 മാർക്കാണ് കിട്ടുക. അപ്പോൾ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. ഫോറിയർ ട്രാൻസ്ഫോം fs of s കണ്ടുപിടിച്ച് ആ fs of s നമ്മുടെ ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ. നമ്മൾ എസിലാണ് ചെയ്തത്. അവസാനം എസിന് വേറെ നമ്മൾ ഒമേഗ കൊടുത്തു. s is equal to ഒമേഗ കൊടുത്തപ്പോൾ ഒമേഗയിൽ നമുക്ക് ആൻസർ കിട്ടി. ഇടയ്ക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ആൻസറിൽ സൈൻ ഒമേഗ ബൈ 2 ഉണ്ട്. ആ ഒമേഗ ബൈ 2 വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ എക്സിന് 1/2 കൊടുത്തു. എക്സിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സിന് 1/2 കൊടുക്കുമ്പോൾ സൈൻ എസ് ബൈ 2 ആവും. ഈ സൈൻ എസ് ബൈ 2 ഇവിടെ വരുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എഫ് ഓഫ് എക്സ് എന്താവും? എക്സ് ഈസ് ഈക്വൽ ടു 1/2. 0 ടു 1 ൽ ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ്? 0 ടു 1 ൽ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 5/2 into 1 5/2. അപ്പൊ 0 ടു ഇൻഫിനിറ്റി 1 മൈനസ് കോസ് എസ് ബൈ എസ് സൈൻ എസ് ബൈ 2 ഡി എസ് ഈക്വൽ ടു 5/2 into 1. നമ്മുടെ ക്വസ്റ്റ്യനില് ഒമേഗയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എസിന് പകരം നമ്മൾ ഒമേഗ റീപ്ലേസ് ചെയ്യുന്നു. 0 ടു ഇൻഫിനിറ്റി 1 മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ സൈൻ ഒമേഗ ബൈ 2 ഡി ഒമേഗ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ആൻസർ കിട്ടി? 5/2 എന്ന് ആൻസർ കിട്ടി. നോട്ട് ചെയ്തോളൂ. ഈ മെയ് 2024 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചാണ്.